ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് വെയിലത്തൊന്നും വെക്കാതെ മീൻ ഫ്രിഡ്ജിൽ മാത്രം വെച്ചിട്ട് ഉണക്കിയെടുക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. വളരെ എളുപ്പമാണ് ഈ ഒരു രീതിയിൽ നമുക്ക് മീൻ ഉണക്കിയെടുക്കാനായിട്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ തീർച്ചയായും ഈ ഒരു രീതിയിൽ തന്നെ മീൻ ഉണക്കിയെടുക്കും. പിന്നെ നിങ്ങൾ കടയിൽ നിന്നൊന്നും ഉണക്കമീൻ വാങ്ങുകയില്ല. നമുക്കൊക്കെ അറിയാം പച്ചമീനേക്കാളും ഒരുപാട് വിഷമുള്ളതാണ് ഉണക്കമീനെന്ന്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് ഏതൊരു രീതിയിലാണ് അത് ഉണക്കിയെടുക്കുന്നതെന്നും ഒന്നും നമുക്കറിയത്തില്ല. അപ്പം നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. നാട്ടിൽ ട്രോളിംഗ് ഒക്കെ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ നമുക്കറിയാം ഫ്രഷ് മീനൊക്കെ കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഉണക്കമീന് നല്ല വില കൊടുക്കേണ്ടതായിട്ട് വരും. അതിനു മുമ്പ് ഇതുപോലെ കുറച്ച് ഫ്രഷ് മീൻ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിലുണ്ടല്ലോ എത്ര കാലം വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഉണക്കമീൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം 1 കിലോയോളം അയില എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അയില ആയതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ചെതുമ്പലൊന്നും കളയേണ്ടതില്ല. ഇനി നമുക്ക് ആ മീനിൻ്റെ തലഭാഗം ഉണ്ടല്ലോ അവിടുത്തെ ചെകിള ഇതുപോലൊന്ന് തുറന്നെടുക്കണം. അതിനുശേഷം അതിനുള്ളിലെ പൂവ് നമ്മൾ എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. പൂവിനൊപ്പം തന്നെ അതിനുള്ളിലെ കുടലും വേസ്റ്റും ഒക്കെ തന്നെ നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് വേഗം തന്നെ എടുത്തു കളയാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ എളുപ്പം തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആ ഒരു കുടലും പൂവും ഒക്കെ തന്നെ എടുത്തതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഒരു മുള്ളിൻ്റെ ഭാഗം വരെ ചെറുതായിട്ട് നമുക്കൊന്ന് പോന്തി കൊടുക്കണം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞു. പിന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. എത്ര സിമ്പിളാണല്ലേ നമുക്ക് ഈ ഒരു അയില ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ബാക്കിയുള്ള അയിലകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ആ ഒരു ടൈം കൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞോട്ടെ. ചിലർക്ക് ഒരു പ്രാവശ്യമൊക്കെ ഇന്ന് കണ്ടാൽ ഇത് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം കട്ട് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എൻ്റെ ചാനലിൽ ഞാൻ 1 വർഷം വരെ ഫ്രഷ് ആയിട്ട് മീൻ എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര ചെതുമ്പലുള്ള മീൻ നമുക്ക് കത്തി ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്നുള്ള വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായും അതൊരു കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇപ്പം ഞാൻ 2 മീൻ ക്ലീൻ ചെയ്തെടുത്തപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മൾ ഉണക്കാനായിട്ട് മീൻ ക്ലീൻ ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത്. അപ്പം ഞാൻ ബാക്കിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ എല്ലാ മീനും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഈ ബ്ലഡൊക്കെ ഒന്ന് പോകത്തക്ക രീതിയിൽ കഴുകിയെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കറിയൊക്കെ വെച്ച് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് എല്ലാ മീനും ഇതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മീൻ ഉണക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാൻ മീനെല്ലാം നല്ലതുപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഉള്ളിലേക്ക് കുറച്ച് ഇറക്കി പോന്തിയെടുക്കണം. നമുക്കറിയാം അയിലയൊക്കെ നല്ല ദശ കട്ടിയുള്ള മീനാണെന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ ഉപ്പ് ചേർത്ത് ഫ്രിഡ്ജിൽ ഉണക്കാനായിട്ട് വെക്കുമ്പം ഉള്ളിലൊന്നും ഉപ്പ് പിടിക്കാതെ പെട്ടെന്ന് തന്നെ പുഴു വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് കയറ്റി പോന്തി എടുക്കുന്നത്. ഇനി നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് വേണ്ടത് ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കല്ലുപ്പാണ്. പൊടിയുപ്പിനേക്കായി നമ്മൾ ഇങ്ങനെ ഉണക്കി സൂക്ഷിക്കാനായിട്ട് കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമ്മളെടുത്ത കല്ലുപ്പ് ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിഭാഗത്ത് നല്ലതുപോലെ ഒന്ന് നിരത്തി കൊടുക്കണം. അതിനുശേഷം ആണ് നമ്മൾ ഇതിന് മുകളിൽ മീൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഏകദേശം 1 കിലോ അയിലയ്ക്ക് 100 ഗ്രാമോളം നമുക്ക് കല്ലുപ്പ് വേണം കേട്ടോ. ഇനി നമുക്ക് ഈ ക്ലീൻ ചെയ്തെടുത്ത അയിലയുടെ ഉള്ളിലെല്ലാം നല്ലതുപോലെ ഉപ്പ് നിറച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ പറയുന്നതിനേക്കാളും ഈ ഒരു രീതിയിൽ ഉള്ളിൽ നല്ലതുപോലെ നിറച്ച് കൊടുക്കണം നമ്മൾ ഉപ്പ് അത്യാവശ്യം കൂടുതൽ തന്നെ ഉപയോഗിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുഴു വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഉള്ളിൽ ഉപ്പ് നിറച്ചതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്യാൻ വെച്ചിരുന്ന കണ്ടെയ്നറിന് മുകളിലേക്ക് ഈ ഒരു മീൻ വെച്ച് കൊടുക്കാം. അതുപോലെ നമുക്ക് ബാക്കി മീനുകളും ഉപ്പ് നിറച്ചിട്ട് നമ്മുടെ സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നറിലേക്ക് വെച്ച് കൊടുക്കാം. നോക്കിയാൽ ഇപ്പം നമ്മൾ ആദ്യത്തെ ലെയർ മീനെല്ലാം തന്നെ സ്റ്റോർ ചെയ്യുന്ന ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വെക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കണം. അതിന് ശേഷമാണ് അടുത്ത ലെയർ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ നല്ലതുപോലെ നമ്മുടെ കല്ലുപ്പ് ഈ ഒരു മീനിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് അടുത്ത ലെയറും സെയിം രീതിയിൽ തന്നെ മീനിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ ഉപ്പ് നിറച്ചിട്ട് വെച്ച് കൊടുക്കണം. ഇങ്ങനെ നമുക്ക് കണ്ടെയ്നർ നിറയുന്ന വരെ നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഇതേ നോക്കിയേ, നമ്മളെടുത്ത പാത്രം നിറയുന്നത് വരെ മീൻ നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് ബാക്കി വന്ന ഉപ്പ് കൂടി ഇതുപോലൊന്ന് വിതറി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പണി. വളരെ എളുപ്പമല്ലേ നമുക്ക് മീൻ ഉണക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ അടച്ചിട്ട് ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിക്കണം. ഫ്രിഡ്ജിനുള്ളിൽ തന്നെ സൂക്ഷിക്കണം, ഫ്രീസറിൽ ഒരിക്കലും സൂക്ഷിക്കരുത്. അതിനുശേഷം ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് എടുത്ത്, ഇതിനുള്ളിൽ കുറേ വെള്ളം വരും, അത് നമുക്ക് എടുത്ത് മാറ്റി കൊടുക്കണം. ഇപ്പം നമുക്ക് അടച്ച് നല്ലതുപോലെ ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിക്കാം. ഇപ്പോൾ ഇത് 3 ദിവസം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മീനിൻ്റെ അവസ്ഥയാണ്. നിങ്ങൾക്കിപ്പം വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതിൻ്റെ അടിഭാഗത്ത് നല്ലതുപോലെ വെള്ളം വന്നിട്ടുണ്ട്. ആ മീനിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ തന്നെ ഞൊടിഞ്ഞു വന്ന് നമ്മുടെ ഉപ്പുമായിട്ടൊക്കെ ചേർന്നിട്ട് ഒരു അടിഭാഗത്ത് കിടപ്പുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം മാറ്റി കൊടുക്കണം. ഇപ്പം തന്നെ നമ്മുടെ മീൻ ഏകദേശം ഉണങ്ങി വന്നിട്ടുണ്ട്. എന്നാലും നമ്മളൊരു 8 ദിവസം വരെ ഈ ഒരു മീൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കും കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ കറി വെക്കാനായിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഇപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ആ ഞൊടിഞ്ഞു വന്ന വെള്ളമൊക്കെ തന്നെ ഒഴിച്ച് കളയുന്നുണ്ട്. നല്ലതുപോലെ തന്നെ വെള്ളം നമ്മൾ മാറ്റി കൊടുക്കണം കേട്ടോ. ഇനി ഒരു 5 ദിവസം കൂടെ കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഇതിനുള്ളിലുള്ള വെള്ളം നമുക്ക് മാറ്റി കൊടുക്കണം. ഇതേ നോക്കിയാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മീൻ ഉണങ്ങി വന്നിട്ടുണ്ടെന്ന്. ഇപ്പം നമ്മൾ പക്ഷേ ഉപയോഗിക്കത്തില്ല. ഒരു 8 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിച്ചാലാണ് നമുക്ക് ആ ഒരു ഉണക്കമീൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ബാക്കി ഇതിനുള്ളിൽ വരുന്ന വെള്ളം കൂടി മാറ്റി കൊടുക്കണം. ഇപ്പം നമ്മൾ മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം 8 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം 8 ദിവസം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മീനിൻ്റെ അവസ്ഥയാണ്. നല്ലതുപോലെ ഉണങ്ങി നല്ല ഉണക്കമീനിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേ നോക്കിയാൽ നല്ല വടിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലുള്ള വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇനി മുതൽ നമുക്ക് കറി വെക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. സാധാരണ ഞാൻ ചെയ്യുന്നത് ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള മീൻ എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് ഏകദേശം 1 വർഷം വരെയൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. ഒട്ടും തന്നെ നമുക്ക് കേടുവരികയോ ചീത്തയാവുകയോ ഒന്നും തന്നെ ചെയ്യില്ല. ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പുഴുവും വരത്തില്ല. അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു 2 മീൻ എടുത്ത് ഞാനൊന്ന് കറി വെക്കുന്നത് കൂടി കാണിച്ചു തരാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 മീൻ എടുത്തിട്ടുണ്ട്. ബാക്കി മീൻ നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഉപയോഗിക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഉണക്കമീൻ കറി വെക്കുന്നത് കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാം ഉണക്കമീൻ എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന്. ഇനി നമുക്ക് ഈ ഒരു മീനിൻ്റെ ഉപ്പ് പോകാനായിട്ട് ഞാനൊരു ടിപ്പ് കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഇതേ ഈ ഒരു വെള്ളത്തിലേക്ക് 2 ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് 1 മണിക്കൂർ നേരം വെച്ചിട്ട് നമ്മൾ ആ മീൻ എടുക്കുകയാണെങ്കിൽ ഒരുപാടുള്ള ഉപ്പുകളൊക്കെ തന്നെ ആ ഒരു പേപ്പർ വലിച്ചെടുത്തുകൊള്ളും. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഉണക്കമീനായാലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അധികമായിട്ടുള്ള ഉപ്പൊക്കെ പോയി കിട്ടും കേട്ടോ. ഇപ്പം നമ്മുടെ ഉണക്കമീൻ വെള്ളത്തിലിട്ട് ടിഷ്യൂ പേപ്പറുമായിട്ട് വെച്ചതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേപ്പർ എടുത്ത് കളഞ്ഞിട്ട് നല്ലതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേ നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മൾ വെയിലത്തൊന്നും വെക്കാതെ ഫ്രിഡ്ജിനുള്ളിൽ 8 ദിവസം വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ള അയിലയാണിത്. ഇപ്പം നമ്മുടെ ഉണക്ക അയിലയുടെ ആ ഒരു ടേസ്റ്റും ആ ഒരു ടെക്സ്ചറും ഒക്കെ തന്നെ നമ്മുടെ മീന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കറി വെക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഒരു ട്രോളിങ്ങിൻ്റെ ടൈമിൽ ഇതുപോലെ കുറച്ച് ഫ്രഷ് ആയിട്ട് മീൻ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഉണക്കിയെടുക്കുമല്ലോ. നാട്ടിലൊക്കെ മഴയായതുകൊണ്ട് ഉണക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഫ്രിഡ്ജിനുള്ളിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി നമുക്ക് ഈ ഒരു മീൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഈ മീൻകറി വെക്കാനായിട്ട് കുറച്ച് ചക്കക്കുരുവൊക്കെ ചേർത്താണ് വെക്കുന്നത്. ഈ ഒരു ചക്കക്കുരു ഞാനുണ്ടല്ലോ ഒരു 1.5 മാസം മുമ്പ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ചക്കക്കുരുവാണ്. ഇതിൻ്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിൽ നിന്ന് കുറച്ച് ചക്കക്കുരു ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് തണുപ്പ് മാറിയതിന് ശേഷം ഈ ഒരു മീനിലേക്ക് ഇട്ടിട്ട് നമുക്ക് കറി വെച്ചെടുക്കാം. ദേ നോക്കിയേ, 1.5 മാസം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ചക്കക്കുരുവാണ്. എത്ര ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാളയും തക്കാളിയും അതുപോലെ തന്നെ മുളകും ഒക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് അരപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കറി വെച്ചെടുക്കാം.
പിന്നെ നമുക്കറിയാം ഉണക്കമീൻ കറി വെക്കുമ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ആരും ഉപ്പ് ചേർക്കില്ല. മീൻ കറി റെഡിയായതിന് ശേഷം മാത്രമാണ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിൽ മീൻ ഉണക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഒപ്പം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.